സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ മഹാകരുണയാലും കൃപയാലും ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിച്ചിരുന്ന് വീണ്ടും അവിടുത്തെ കൃപകളെ വർണ്ണിപ്പാൻ അവിടുന്ന് ഞങ്ങളെ അനുവദിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു എന്നുള്ളതിനായിട്ട് സ്തോത്രം. ആ മഹാസ്നേഹത്തെ, ആ വലിയ സ്നേഹത്തെ, ആ സാക്ഷാൽ സ്നേഹത്തെ കർത്താവെ ഞങ്ങൾ ഇന്നും മറക്കാതെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ യാതൊരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ പാപികളും അഭക്തരും കർത്താവെ ശത്രുക്കളും ഒക്കെ ആയിരുന്നു ദൈവമേ. ഞങ്ങൾ ചിന്തിച്ചതുപോലെ വഴിയിൽ വെച്ച് നശിച്ചു പോകേണ്ടവരായിരുന്നു. എന്നാൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളെ സ്നേഹിച്ചപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നുള്ളതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ കർത്താവെ അങ്ങ് താഴ്ചയിൽ ന്യായം കിട്ടാതെ പോയല്ലോ, അതോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്നാൽ അവിടുന്ന് ആ താഴ്ച അനുഭവിച്ചതുകൊണ്ട് ഇന്ന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായിട്ട് അവിടുത്തെ ഞങ്ങൾ കാണുന്നു. കർത്താവെ ഞങ്ങളെ തേജസ്സിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അല്പസമയത്തേക്ക് കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായി തീർന്നെങ്കിലും ഇന്ന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായിട്ട് കർത്താവെ അവിടുന്ന് വാഴുന്നതോർത്ത് സ്തോത്രം. അവിടത്തേക്ക് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ പാപവും ശാപവും ഏറ്റെടുത്തപ്പോൾ കർത്താവെ അങ്ങയുടെ താഴ്ചയിൽ ന്യായം കിട്ടാതെ പോയെങ്കിലേ കർത്താവ് ഇന്ന് ഏറ്റവും വലിയ ന്യായാധിപനായി നീതിയോടെ വാഴുന്ന രാജാവായിട്ട് അവിടുന്ന് വീണ്ടും വരുമെന്നുള്ളത് ഓർത്ത് സ്തോത്രം. ആ നല്ല രാജ്യത്തിൽ ഞങ്ങളും ഓഹരിക്കാരാക്കി ഞങ്ങളെ തീർത്തതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുവരെ ഈ ഭൂമിയിൽ അങ്ങയുടെ ശബ്ദം കേട്ട് കർത്താവ് അങ്ങേ അനുഗമിക്കുവാനുള്ള വലിയ ഭാഗ്യം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളോട് കാണിച്ച എല്ലാ ദൈഹിക വിശ്വസതയ്ക്കായിട്ട് സ്തോത്രം. എല്ലാ മഹത്വം കേൾക്കുന്നിരുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ.